me Tufsira once again. Welcome back to our channel. ഇന്ന് ഞാൻ എൻഗേജ്മെൻറ്റിനൊക്കെ കൊടുക്കുന്ന 4-tier ചോക്ലേറ്റ് ടവറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാം. വളരെ പെട്ടെന്നെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ടൈം എടുത്ത് ചെയ്യാം. പക്ഷേ ചെയ്യാനായിട്ട് നല്ല ശ്രദ്ധ കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു ബേസ് വേണം. നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന അതുപോലെയുള്ള ബേസാണ് വേണ്ടത്. 3 kg ആണ് വേണ്ടത്. ഇത് വന്നിട്ട് 4 kg ആണ്. 3 kg ആ ഒരു ഷോപ്പിലില്ലാത്തതുകൊണ്ട് 4 kg മേടിച്ചു. ഇനി നമുക്ക് 3 kg അത് മാറ്റണം. അതായത് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് നല്ല വലിയ കട്ടർ ഉപയോഗിച്ചിട്ട്, ഇത് നല്ലൊരു കട്ടിയുള്ളതാവുമല്ലോ, അപ്പോൾ കട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വരച്ച ഒരു അടയാളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ഓക്കെ, ഞാനിവിടെ കട്ടർ യൂസ് ചെയ്തിട്ടാണ് ആദ്യം ഇതുപോലെ ഇങ്ങനെ ആക്കുന്നത്. പിന്നെ ഫുള്ളായിട്ട് ഇത് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റണില്ലായിരുന്നു. പിന്നെ കത്തിയൊക്കെ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇനി നമുക്ക് തെർമോക്കോളാണ് വേണ്ടത്. അപ്പോൾ തെർമോക്കോൾ ഞാൻ ജാംജൂമിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ വലിയ ഷീറ്റായി വലിയ ബോർഡായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിമന്ന് നമുക്ക് 30x30 സെൻറ്റിമീറ്ററാണ് നമുക്കിത്. എല്ലാ വശവും 30 സെൻറ്റിമീറ്റർ അടങ്ങിയിട്ടുള്ള സ്ക്വയർ പീസാണ് ആദ്യം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ സ്കെയിൽ വെച്ചിട്ട് 30x30 എന്നുള്ളത് അടയാളപ്പെടുത്തി കൊടുക്കണം സ്കെയിൽ വെച്ചിട്ട്. അതിന് ശേഷം നമുക്ക് കട്ടർ ഉപയോഗിച്ചിട്ടോ കത്രിക യൂസ് ചെയ്തിട്ടോ കട്ട് ചെയ്തിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ കേക്ക് ബോർഡ് നമുക്ക് ഈ വലിയ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ, ജസ്റ്റ് അന്വേഷിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു 3 തെർമോക്കോളിൻ്റെ ഇതാ വേണ്ടത് ബോർഡ്. ഓക്കെ, ഇതേപോലെ 30x30 3 വേണ്ടത്. അങ്ങനെ 3 ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് വന്നിട്ട് നമ്മൾ കിക്കേറ്റാണ് ഈ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ചാണ് ഞാൻ 3 തെർമോക്കോൾ പീസ് എടുക്കാൻ കാരണം കേട്ടോ. അപ്പോൾ ഓരോ ടയറിലും നമ്മൾ ഓരോ ചോക്ലേറ്റിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു തെർമോക്കോൾ എത്രണ്ണം വെക്കണം എന്നുള്ളത് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കിക്കേറ്റിന് കുറച്ച് ഭാഗം ഇങ്ങനെ ഒരു 1/4 ഭാഗം മതി നമുക്കിങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അടുത്തത് 25x25, എല്ലാ വശവും 25 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ബോർഡുകളാണ് പിന്നെ വേണ്ടത്. അങ്ങനെ ഞാൻ ഒരു 5 നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതേ 5 അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാതും കറക്റ്റ് അളവ് ആയിരിക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണേ. അങ്ങനെ അത് മാറ്റി വെക്കുക. അടുത്ത് നമുക്ക് 19.5 സെൻറ്റിമീറ്റർ, എല്ലാ വശവും 19.5 സെൻറ്റിമീറ്റർ ഇറങ്ങുന്ന തെർമോക്കോൾ നമുക്ക് 5 വേണ്ടത്. ആദ്യത്തെ നമ്മൾ 3 തെർമോക്കോൾ പീസാണ് എടുത്തത്, പിന്നെ 5 തെർമോക്കോൾ പീസാണ് എടുത്തത്, പിന്നെ 19.5 സെൻറ്റിമീറ്റർ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് 12.5, ഇതാണ് ഏറ്റവും ടോപ്പിൽ വെക്കുക കേട്ടോ, വളരെ ചെറുത്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് 4 തെർമോക്കോൾ പീസാണ് വേണ്ടത്. അപ്പോൾ 4 ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് എടുത്തല്ലോ 30x30, അതാണ് നമുക്ക് ആദ്യം ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫേവിഗോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു വലിയ ഫേവിഗോൾ തന്നെ മേടിച്ച് വെച്ചോളൂ കേട്ടോ, അത്യാവശ്യം നല്ല ഫേവിഗോൾ നമുക്കിതിന് ചിലവാകുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് താഴെ ഭാഗത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേവിഗോൾ നന്നായിട്ട് പിശുക്കത്തരം കാണിക്കാതെ ഫേവിഗോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഒരു ദിവസം മുന്നൊക്കെ അതുപോലെ ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ടയർ നന്നായിട്ട് സെറ്റാവും. 4 ടയർ നന്നായിട്ട് സെറ്റായി നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ തലേന്നൊക്കെ പിന്നെ ഇടുമ്പോൾ തലേന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഞാനിത് തലേന്നാട്ടോ ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം മുന്നേ ഈ ചോക്ലേറ്റ് ഒന്നും വെക്കാതെ 4 ടയർ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, എന്നാൽ ഫേവിക്കോളും ജസ്റ്റ് തെർമോക്കോളും നന്നായിട്ട് പിടിക്കുമല്ലോ, അത് കരുതിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഒന്ന് വെച്ച് കൊടുത്തു, ഫേവിക്കോൾ അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിൽ മറ്റേത് വെച്ച് കൊടുത്തു. അപ്പോൾ ഇത് നമുക്ക് 3 വേണ്ടത്. 30 സെൻറ്റിമീറ്ററിൽ 3 വേണ്ടത്. അത് 3 ഫേവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കണേ. ഇനി നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് 25.5
സെൻറ്റിമീറ്റർ അല്ലേ, എല്ലാ വശവും 25 സെൻറ്റിമീറ്റർ. ഇത് നമുക്ക് സ്ക്വയറിൽ മാത്രമല്ല കേട്ടോ, സ്ക്വയർ, റെക്റ്റാങ്കിൾ, സർക്കിൾ, ആ ഷേപ്പിലൊക്കെ നമുക്ക് 4 ടയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സർക്കിളാണെങ്കിൽ ഇതിൻ്റെ എല്ലാ വശവും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫെവിക്കോൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ടയറിൽ 5 തെർമോക്കോളാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്, അത് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ താഴെ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം, ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ടയറിൽ നമുക്ക് 5 തെർമോക്കോൾ പീസാണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് 5 എണ്ണം തോന്നുന്നില്ല, കാരണം ഞാൻ 5 എണ്ണം എടുത്തിട്ടില്ലായിരുന്നു, ഞാൻ മറന്നിട്ട് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെയാണ് ഇത് ഒന്ന് സെറ്റ് ആയതിനു ശേഷമാണ് പിന്നെ ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ഞാൻ പിന്നെ 5 എണ്ണം ചെയ്തിട്ടാണ് പിന്നെ വർക്ക് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം 3 തെർമോക്കോള്, പിന്നെ 5 തെർമോക്കോള്, പിന്നെ 5 തെർമോക്കോള്, പിന്നെ 4, അങ്ങനെ 4 ടയറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാൻ ഞാൻ എഴുതിയിട്ട് ആക്കാം, അപ്പോൾ നിങ്ങൾക്ക് സുഖമാണല്ലോ, ഡൗട്ട് ഉണ്ടാവില്ല. പിന്നെ അതൊന്ന് ജസ്റ്റ് സെറ്റായതിന് ശേഷം നമുക്ക് നമ്മുടെ ബേസുമ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ തെർമോക്കോളിൻ്റെ ഇതിൻ്റെ ഒരു 4 ടയറിൻ്റെ താഴെ നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കേക്ക് ബേസ്മേലും അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് വെക്കേണ്ടത് കിക്കേറ്റാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 4 ടയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം മുന്നേ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് കിട്ടും. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനായിരിക്കും, ഇത് ഉണങ്ങിയിട്ടുണ്ടാവില്ലേ, അത് എന്തെങ്കിലും പിടിക്കുമ്പോൾ ഒക്കെ പോവുമോ, അവിടെ എത്തൂലേ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം മുന്നേ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ആദ്യം നമുക്ക് കിക്കേറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഓരോന്ന് ചെയ്ത് വരുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. ഗ്ലൂ ഗണ്ണ് പെട്ടെന്ന് ചെടപെടാറുണ്ട്, പെട്ടെന്ന് കഴിയുകയാണ്. അപ്പോൾ നമുക്ക് മുതലാവില്ല. അത്രയും നമുക്ക് ചിലപ്പോൾ ഒരു സ്റ്റിക്ക് തന്നെ നമുക്ക് ഈ താഴെ ഭാഗത്തേക്ക് വേണ്ടി വരും. അപ്പോൾ ഒരു സ്റ്റിക്കിന് 10 രൂപയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് മുതലാവില്ല. അതിലേറെ നല്ലത് ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടല്ലോ, അതാണ്. ഞാൻ പിന്നത്തെ വർക്കിനൊക്കെ 2 സൈഡ് ടാപ്പാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്റ്റിക്ക് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മേടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിനകത്ത് 2 സൈഡ് ഡബിൾ സൈഡ് ടാപ്പ് ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കാനില്ലാത്ത കാരണം ഞാൻ ഇത് എടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് മുതലാവില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ പകുതിക്കൊന്ന് ഞാൻ മറ്റേ എൻ്റെ അടുത്തുള്ള ഡബിൾ സൈഡ് ടാപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ നല്ല അടുപ്പിച്ച് വെച്ച് കൊടുക്കണേ, ഗ്യാപ്പ് കൊടുക്കാതെ. ഗ്യാപ്പ് കൊടുത്താൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് 5 കിക്കേറ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ 4 വശവും 5 എണ്ണീച്ച് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കിക്കേറ്റ് 20 എണ്ണമാണ് വേണ്ടത്. ഓക്കെ, ഈ ഒരു അളവിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കേട്ടോ. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഡയറി മിൽക്കാണ്. അപ്പോൾ ഡയറി മിൽക്കിൻ്റെ ആ ഒരു ഹൈറ്റിനനുസരിച്ചാണ് നമ്മൾ 5 തെർമോക്കോളിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെടുക്കുന്ന മിഠായിയുടെ, അതായത് ചോക്ലേറ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് നമ്മൾ ഹൈറ്റ് കൂട്ടിയും കുറക്കും ചെയ്യേണ്ടത് കേട്ടോ, ഈ ടയറിൻ്റെ. അപ്പോൾ ഇത് സെക്കൻഡിൽ ഞാൻ അതുപോലെ 2 സൈഡ് ടാപ്പ് ആണ് ചുറ്റി കൊടുക്കുന്നത്. താഴെ മുകളിലായിട്ട് അതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ആഡ് ചെയ്യാം. അടുപ്പിച്ച് വെച്ച് കൊടുക്കണേ. അപ്പോൾ ഫസ്റ്റിൽ കിക്കേറ്റും രണ്ടാമത്തെ ടയറിൽ നമ്മൾ ഡയറി മിൽക്കുമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡയറി മിൽക്ക് വന്നിട്ട് 20 എണ്ണമാണ് വേണ്ടത്. കിക്കേറ്റും 20, ഡയറി മിൽക്ക് 20. ഓക്കെ, പിന്നെ മുകളിലത്തെ സ്റ്റെപ്പിൽ ഗാലക്സിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഗാലക്സി നമുക്ക് 20 എണ്ണമാണ് വേണ്ടത്. എല്ലാ ഭാഗത്തും 5 എണ്ണിച്ചാണ് വെച്ച് കൊടുത്തത്. പിന്നെ സ്നിക്കേഴ്സിനാണ് കുറച്ച് ചേഞ്ച് ഉള്ളത്. അത് നമുക്ക് 16 എണ്ണമാണ് വന്നിട്ടുള്ളത്. ഒരു ഭാഗത്ത് 4 എണ്ണമാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ ചോക്ലേറ്റിൻ്റെ ഇതുപോലെ ഓരോ ടയറിൽ ഇതുപോലെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ടാപ്പ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നാൽ നല്ല രീതിയിൽ അത് അവിടെ തന്നെ കിടന്നോളൂ. ഓക്കെ, അങ്ങനെ ഇതേ നമ്മുടെ
4 ടയർ ചോക്ലേറ്റ് ടവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ചെറിയ ഡെക്കറേഷനും പണികളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്തല്ലോ ട്രാൻസ്പെറൻറ്റ് ടാപ്പ്, ആ ഒരു ഭാഗത്തിന് നമുക്ക് ഇതുപോലെ റിബൺ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഓക്കെ, എല്ലാ ടയറിലും കെട്ടിക്കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഫ്രഷ് ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഈ വൈറ്റ് ഫ്ലവറിൻ്റെ. അപ്പോൾ ഇതിന് വന്നിട്ട് ഒരു ബണ്ടിലിന് 400 സംതിങ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിലയുള്ള ഫ്ലവറാണ്. അപ്പോൾ ഒരു ബണ്ടിൽ അങ്ങനെയാണ് നമുക്കിത് കിട്ടുക കേട്ടോ. കുറച്ച് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മേടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ ഗം അപ്ലൈ ചെയ്തു. ഇവിടെ പിന്നെ നമുക്ക് ഗ്ലൂ ഗൺ തന്നെ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുത്തനെ അങ്ങനെ നിൽക്കണ്ട, ആ ഫ്ലവർ അതിൽ ഒട്ടി നിൽക്കണം. അപ്പോൾ എനിക്ക് തോന്നി ഗ്ലൂ ഗണ്ണാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ ഗ്ലൂ ഗണ്ണ് അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഫ്ലവർ കുറച്ചിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അവർക്ക് ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ വർക്കുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അവർക്കുള്ള തന്നെയാണ് നമുക്ക് നെഡ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോക്സും കൂടെ വേണ്ടിനു. ഈ ബോക്സിന് 440 കേട്ടോ വരുന്നത്. അപ്പോൾ ഞാനിവിടെ കുറേ നെഡ്സും ഡ്രൈ ഫ്രൂട്ട്സുമാണ് മേടിച്ചിട്ടുള്ളത്. ഓക്കെ, പിസ്ത, ബദാം, പിന്നെ സ്ട്രോബെറി, മാംഗോ, പിന്നെ കിവി, അങ്ങനെയൊക്കെയുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഈത്തപ്പഴവും ഉണ്ട്. നമുക്ക് എത്ര കള്ളിയുണ്ട് ആ ഒരു കള്ളിക്കൊക്കെ നമ്മൾ കുറേശ്ശെ അതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ മേടിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ചിലവാകൊന്നുമില്ല. ആ കള്ളിക്ക് നമ്മൾ ബോക്സ് ചിലപ്പോൾ മേടിക്കുന്നതോട് തന്നെ ഈ ചോക്ലേറ്റും ഡ്രൈ ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ ആ ഒരു കള്ളിക്ക് അളന്നിട്ട് നമ്മൾ അപ്പം തന്നെ അളന്നിട്ട് ഇതുപോലെ പാക്കിലാക്കിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാനും സുഖമായിരിക്കും. കൂടുതൽ സംഭവങ്ങൾ ചിലവാകില്ല. നമുക്ക് ഇതിക്ക് വേണ്ടി മാത്രമല്ലേ നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് തന്നെ മേടിക്കുക. അപ്പോൾ വേറെ ഡ്രസ്സ് വെച്ചിട്ടുള്ള ബോക്സ്, പിന്നെ വേറെ ചോക്ലേറ്റ് മുട്ടായികളൊക്കെ വെച്ചിട്ടുള്ള ബോക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ അതൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഇനി ഇൻഷാല്ല ഒരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാനുണ്ട്, പെൻഡിങ് ആണ്. അപ്പോൾ അതിൽ ഇതേ കണ്ടോ, ഇതേപോലെ ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ 4 ടയറിൻ്റെ മുകളിലും ഞാൻ ഫ്രഷ് ഫ്ലവർ, അതായത് റോസ് ഫ്ലവർ വെച്ചു. ഒരു റോസ് ഫ്ലവറിന് 35 രൂപയാണ്. അങ്ങനെ 16 കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുത്തി കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ആ വൈറ്റ് ഫ്ലവറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പണിയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇക്കയും ഈ ഒരു വർക്കിൽ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഗ്ലാസ് ഷീറ്റ് അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇക്കയാണ് ഒട്ടിച്ച് തന്നിട്ടുള്ളത്. അപ്പം എന്താ പറയുക, ഇക്കനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം, അതൊക്കെ എങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരു വർക്കും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പെൻഡിങ് ആണ് അപ്ലോഡ് ആക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്